നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇടതുപക്ഷം തോറ്റമ്പയതോടെ ഡൽഹി AKG ഭവനിലും CPI ആസ്ഥാനമായ MN സ്മാരകത്തിലും കോട്ടയത്തെ കേരള കോൺഗ്രസ് ഓഫീസിലും തിങ്കളാഴ്ച വൈകിട്ട് 6 മണി വരെ നടന്നത് ഇതുവരെ സംഭവിക്കാത്ത ചില സമാനതകളില്ലാത്ത സംഭവവികാസങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് അംബാസഡർ പിണറായി വിജയനായിരുന്നു. സർക്കാർ സ്ഥാപിച്ച ഭീമൻ ഹോർഡിങ്ങുകളിൽ പിണറായി മാത്രം നിറഞ്ഞു നിന്നു. സർക്കാരിൻ്റെ ഭരണ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ പിണറായി വിജയനിലൂടെ പ്രതിഫലിച്ചു. എല്ലാ പ്രതികൂലതകളും ആ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമാകുമെന്ന് ഇടതുപക്ഷം വിശ്വസിച്ചു. ഒടുവിൽ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകൾ നേടി LDF അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റുവാങ്ങി. 102 സീറ്റുകളുമായി UDF കൊടുങ്കാറ്റായപ്പോൾ ഇടതുപക്ഷത്തിന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 3 സീറ്റുകൾ നേടി BJP കേരളത്തിൽ ചുവടുറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പല നിലയ്ക്കും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായി മാറി ഈ തിരഞ്ഞെടുപ്പ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇടതുപക്ഷം ദുർബലമായപ്പോഴും കേന്ദ്രത്തിൽ BJPയുടെ അപ്രമാദിത്വത്തിനിടയിലും കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായി നിന്നിരുന്നു. ഇടവിട്ടുള്ള കാലയളവുകളിൽ ഭരണം നഷ്ടപ്പെടുകയും വീണ്ടും ഭരണത്തിൽ വരികയും ചെയ്തപ്പോഴും അവരുടെ വോട്ട് അടിത്തറയ്ക്ക് ഇളക്കമുണ്ടായില്ല. 2010 ആരോഗ്യ തെരഞ്ഞെടുപ്പിലും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പരാജയം ഒഴിച്ചാൽ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDFനായിരുന്നു ആധിപത്യം. ഏറ്റവും ഒടുവിൽ 2021 രണ്ടാം വിജയം അതിൻ്റെ ഏറ്റവും ഊർജ്ജലമായ ഏടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പരാജയം ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിനെ കുറിക്കുന്നു. ഖജനാവിൽ നിന്നുള്ള കോടികൾ എറിഞ്ഞ് CPM ആസൂത്രണം ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനമായും കേന്ദ്രീകരിച്ചത് പിണറായി വിജയന്റെ പ്രതിച്ഛായ പുനർനിർമ്മിക്കാനായിരുന്നു. വികസന നായകൻ, കരുത്തുറ്റ നേതാവ്, കരുത്തുറ്റ പ്രതീകം എന്നിങ്ങനെയുള്ള ഇമേജുകൾ സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു. അഹങ്കാരം, ധാർഷ്ട്യം തുടങ്ങിയ പിണറായിക്ക് മേൽ ആരോപിക്കപ്പെടുന്ന മോശം പ്രതിച്ഛായകളെ മാറ്റാനും താത്വികനായ കാരുണ്യവാനായ ഒരാളുമായി പുനഃപ്രതിഷ്ഠിക്കാനും കൊണ്ടുപിടിച്ച് ശ്രമം നടന്നു. ചാനലുകളെയും വ്ളോഗർമാരെയും സൂപ്പർ താരങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് പ്രചാരണ വീഡിയോകൾ നിർമ്മിച്ച് വ്യാപകമായി പ്രചരിപ്പിച്ചു. കേറിവാട മക്കളെ എന്നൊക്കെയുള്ള തിരക്കഥാ സംഭാഷണങ്ങൾ പറയിപ്പിച്ചു. എന്നാൽ ഒന്നും ഏശിയില്ല. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പുകൾ മറികടന്നുകൊണ്ടാണ് CPM സംസ്ഥാന നേതൃത്വം പിണറായിയുടെ പ്രതിച്ഛായ നിർമ്മിതിക്ക് ഊന്നൽ നൽകിയത്. MV ഗോവിന്ദനെ പോലുള്ളവർ പിണറായിക്ക് ചൂടുപിടിച്ച് ബേബി പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്രകാരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതിനാൽ തന്നെ ഫലമുണ്ടായിരുന്നില്ല. കണ്ണൂരിലെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് കൈകാലിട്ടടിച്ചാണ് പിണറായി കരപറ്റിയത്. 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായിരുന്നത് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 2021 പിണറായിയുടെ വ്യക്തിപ്രഭാവത്തെ വോട്ടാക്കി മാറ്റാമെന്ന ആത്മവിശ്വാസം പക്ഷേ ഇത്തവണ പങ്കാളിയെന്ന് മാത്രമല്ല വലിയ തോതിൽ തിരിച്ചടിക്കും ചെയ്തു. CPMകാരിൽ പോലും പിണറായി വിജയനെതിരെ ജനവികാരം രൂക്ഷമായിരുന്നു എന്ന് കണ്ണൂരിലെ CPM കോട്ടകൾക്ക് സംഭവിച്ച വിള്ളലുകളിൽ നിന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിലും വന്നു ചേരുന്നു. ധർമ്മടത്ത് തോൽക്കുന്ന മട്ടിൽ ജയിച്ചതിൽ പിണറായി തീർത്തും നിരാശനാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഉടമസ്ഥനായി പിണറായി വിജയൻ മാറിയത് CPMകാരായ സാധാരണ പ്രവർത്തകരുടെ നോട്ടുകൊണ്ടാണ്. പാവപ്പെട്ട പാർട്ടിക്കാരുടെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പരസ്യമായി പിണറായി പറഞ്ഞപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമായിരുന്നു. പിണറായി തോൽപ്പിച്ചാൽ CPM നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന നിരവധി വിശ്വസ്തർ പാർട്ടിയിലുണ്ട്. പിണറായി അവർക്ക് മടുത്തു കഴിഞ്ഞു. പിണറായിയുടെ അനിഷ്ടവും ധാർഷ്ട്യവുമാണ് യഥാർത്ഥ CPMകാരെ ബുദ്ധിമുട്ടാക്കുന്നത്. പാർട്ടിയുടെ ആധുനിക ആശയം സംഹിതകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നിരവധി പ്രവർത്തകർ CPMലുണ്ട്. എതിർത്താൽ പുറത്തു പോകേണ്ടി വരുമെന്ന ഭയത്തിൽ അവർ നിശബ്ദരായ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. CPMനെ ഈ ഭൂമിയിൽ നിലനിർത്തണമെങ്കിൽ ഏക പരിഹാരം പിണറായിയുടെ ഭരണകാലത്തിൻ്റെ
പരിസമാപ്തിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. പിണറായിക്ക് ഇതിലെ അപകടം നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഷാഫിയെ ധർമ്മടത്ത് നിന്നും തുരത്താൻ കരുക്കൾ നീക്കുന്നത്. CPM-ന്റെ വലതുപക്ഷ വ്യതിയാനങ്ങളും സ്വജനപക്ഷപാതവും അഴിമതിയും അധികാര കൊതിയുമെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി നേതാക്കൾ പാർട്ടിയോട് ഇടഞ്ഞപ്പോഴും അവരുടെ പരാതികൾ കേൾക്കാനോ തിരുത്താനോ നേതൃത്വം തയ്യാറായില്ല. ജി സുധാകരനും വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അടക്കം പ്രമുഖരായ നേതാക്കൾ പാർട്ടി വിടുന്നത് തടയാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ശ്രമിച്ചില്ല. ജനങ്ങളുടെ മനസ്സ് കണ്ടില്ല, അവരെ വിശ്വാസത്തിലെടുത്തില്ല. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് പിരിവിലടക്കം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പാർട്ടിയോട് കലഹിച്ച് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച് ഒടുവിൽ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ CPM വിട്ടതോടെയാണ് ഇത് ഇടതുകോട്ടയായ പയ്യന്നൂരിലെ പൊട്ടിത്തെറി ആരംഭിച്ചത്. പിന്നാലെ തൊട്ടടുത്ത മണ്ഡലമായ തളിപ്പറമ്പിലെ മുതിർന്ന നേതാവ് TK ഗോവിന്ദനും പാർട്ടിക്കെതിരെ രംഗത്തെത്തി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള വഴിവിട്ട നീക്കത്തിനെതിരെയായിരുന്നു അത്. കടുത്ത അവഗണനയിലും ഉൾപ്പോരുകളിലും പ്രതിഷേധിച്ച് പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ പാർട്ടി വിട്ടതും LDF-നെ പ്രതിസന്ധിയിലാക്കി. ഈ 3 പേരും ഇപ്പോൾ നേടിയ വൻ വിജയം CPM-ന്റെ ഉത്തരമുട്ടിക്കുന്നു. BJP-ക്ക് ഉണ്ടായ വളർച്ച വഴി ആദ്യഘട്ടത്തിൽ CPM-നുണ്ടാക്കിയ നേട്ടം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. മറ്റേതൊക്കെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഉള്ളപ്പോഴും 2021 വരെയുള്ള കാലത്ത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ നേടിയതിൽ BJP വിരുദ്ധ വോട്ടുകൾക്ക് പങ്കുള്ളതായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. UDF-ന്റെ ഒപ്പമുണ്ടായിരുന്ന പരമ്പരാഗത വോട്ടുകളിൽ BJP കടന്നു കയറിയതാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്. എന്നാൽ ഇടതുപക്ഷത്തു നിന്ന് BJP-യിലേക്ക് വോട്ടുകൾ ചോരുന്നതാണ് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിലും ഈഴവ സമുദായ പോലെയുള്ള സാമൂഹിക വിഭാഗങ്ങളിലും NDA കൈവരിച്ച വലിയ മുന്നേറ്റം CPM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. BJP വോട്ട് പിടിച്ചാൽ ഇടത് ജയിക്കും എന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ടായത് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ BJP പിടിച്ചതോടെയാണ്. അന്നും കോൺഗ്രസ് ഗണ്യമായ നേട്ടമുണ്ടാക്കിയിരുന്നു. CPM ഈ അപകടം തിരിച്ചറിഞ്ഞിരുന്നു. ന്യൂനപക്ഷ തീവ്രവാദത്തോട് കൂടുതൽ സ്വരം കടുപ്പിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കുകയും അയ്യപ്പ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇതിന്റെ ഭാഗമായാണ്. എന്നാൽ തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനുള്ള ശ്രമം പാളി. UDF-ന് 2 ന്യൂനപക്ഷങ്ങളുടെയും പരമ്പരാഗത പിന്തുണ വർദ്ധിക്കുകയും ഹിന്ദു വോട്ടുകളെല്ലാം പാർട്ടികളിൽ നിന്ന് UDF-ലേക്ക് BJP-യിലേക്കും ഒഴുകി. ഇതിനൊപ്പം സംഭവിച്ച ന്യൂനപക്ഷ ഏകീകരണം UDF-നെ കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. സാമുദായിക വോട്ട് ബാങ്കുകൾ ചുവടുമാറ്റിയതോ 2 വട്ടം അധികാരത്തിലിരുന്ന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമോ മാത്രമല്ല CPM-ന്റെ പതനത്തിന് കാരണം. സമകാലിക സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യയശാസ്ത്രപരമായി അതിനെ അഭിമുഖീകരിക്കുന്നതിലും ഇടതുപക്ഷത്തിന് വീഴ്ച സംഭവിച്ചു. അധികാരം ഏക ലക്ഷ്യമായപ്പോൾ മുൻ നിലപാടുകളിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ ജനങ്ങളുടെ സാമാന്യ ബോധത്തോടെ പരിഹസിക്കുകയും ചെയ്യുന്ന സമീപനം CPM നേതാക്കൾ തുടർച്ചയായി സ്വീകരിച്ചതും ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ളവരെ പോലും അകറ്റി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുതൽ ശബരിമല സ്ത്രീ പ്രവേശനം വരെ ഒട്ടേറെ സമീപകാല ഉദാഹരണങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയും സഹകരണ ബാങ്ക് ഫണ്ട് തിരിമറികൾ അടക്കമുള്ള ഗുരുതര അഴിമതി ആരോപണങ്ങളുമെല്ലാം പാർട്ടിക്ക് തിരുത്തലിന് പ്രേരകമായില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ നിലപാടുകളും പ്രതിഫലിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒടുവിൽ എല്ലാം പിണറായി വന്ന് ചേർന്നിരിക്കുകയാണ്. KG ഭവനിലും MN സ്മാരകത്തിലും കേരള കോൺഗ്രസ് ഓഫീസിലും പിണറായിക്കെതിരെയുള്ള ഉറച്ച ശബ്ദമാണ് മുഴങ്ങിയത്. മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ എതിർത്തില്ലായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് വലുത് മുന്നണിയിൽ എത്തുമായിരുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പരാജയത്തിന് കാരണമായത് റോഷിയുടെ നീക്കത്തിലെ പാളിച്ചയാണ്. പിണറായിയുടെ വലയിൽ റോഷി വീണതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. ഇതിനിടെ CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. 3633 ദിവസങ്ങൾ ഒടുവിൽ പിണറായി വിജയൻ രാജിവെച്ചു. കേരളത്തിന് ഇനി പുതിയ മുഖ്യമന്ത്രി. കുറിപ്പിന്റെ പൂർണ്ണരൂപം. പാർട്ടിക്ക് പിണറായിയെ പോലൊരു മുഖ്യമന്ത്രി കിട്ടിയേക്കാം, പക്ഷേ കോടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറിയെ കിട്ടില്ല. ചില നഷ്ടങ്ങൾ നികത്താനാവില്ല. സഖാക്കൾ ഇപ്പോൾ പങ്കുവച്ച ഒരു വാചകമാണ്, ഞാൻ എല്ലാത്തിനും വലുതാണ് എന്ന ചിന്ത ആധുനിക സമൂഹത്തിൽ ആർക്കും ഭൂഷണമല്ല.
ഇത് പാർട്ടിക്കെതിരെയുള്ള ജനവിധിയായി കാണാനാവില്ല. വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ്. പരമ്പരാഗതമായി പാർട്ടിക്കൊപ്പം നിന്ന മണ്ഡലത്തിൽ പോലും വോട്ടുകൾ ലഭിക്കാത്തതും വ്യക്തി കേന്ദ്രീകൃതമായ തെറ്റുകൾ തിരുത്തണമെന്ന മനോഭാവത്തോടെയാണ് പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ വോട്ട് ചെയ്തത് എന്നതുകൊണ്ടാണ്. അത് സാഹചര്യത്തിന്റെ വൈകാരികതയാണ്, അതിനെ മാനിക്കണം. അതാണ് തെരഞ്ഞെടുപ്പ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എല്ലാമായി, തോറ്റാൽ എല്ലാം പോയി എന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി. ഏതായാലും വിനയത്തോടെ ജനവിധി അംഗീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ജനങ്ങൾക്കൊപ്പം നിന്ന് തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. ജനങ്ങൾക്കൊപ്പം നിന്ന് നമ്മൾ തിരിച്ചു വരും. സഖാക്കളെ മുന്നോട്ട്. ഇതിൽ ആദ്യ മധ്യാന്തം കുത്തിയത് പിണറായിയാണ്. ബിനീഷ് കോടിയേരി തൻ്റെ കലിയെല്ലാം തീർത്തെന്ന് ചുരുക്കം. ഏതായാലും ഒരുപാട് സ്ഫോടനാത്മകമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് കേന്ദ്രം കരുതിയില്ല. കേരളത്തിന് കേന്ദ്രം എന്ത് കൊടുത്താലും അത് സ്വന്തം ലേബലിലാക്കാനാണ് പിണറായി ശ്രമിച്ചത്. ഒപ്പം തന്നെ ആ ജനവികാരത്തിൻ്റെ സത്ത ഉൾക്കൊള്ളാൻ പിണറായിക്കും CPM-നുമായില്ല. KK ശൈലജ, തോമസ് ഐസക്, G സുധാകരൻ എന്നിവരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ പ്രാമുഖ്യം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധേയമായിരുന്നു. അധികാരം അത്രയും പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അധികാരമാണ് മൂർത്തി എന്ന് വരുമ്പോൾ കാരണഭൂതനും ചെങ്കനലും ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും അതീതമായി ഏറ്റവും ഒടുവിൽ PM ശ്രീയിലെ പാലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തുറന്നു കാട്ടിയപ്പോൾ അന്തർധാരകളുടെ കൊടുക്കൽ വാങ്ങലുകളുടെയും മുഖംമൂടികൾ ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണു. പാളിയെ സിസ്റ്റത്തിനെ ഉടച്ചു തകർത്തത് നവീകരിക്കുന്നതിന് പകരം ഉത്സവ കാഴ്ചകൾ സംഘടിപ്പിക്കാനായിരുന്നു സർക്കാരിന് ഉത്സാഹം. ഒരു ദിവസം കൂലി 232 രൂപയിൽ നിന്ന് 700 രൂപയാക്കാൻ സമരം ചെയ്ത ആശാ തൊഴിലാളികൾക്ക് മുന്നിലായിരുന്നു ഈ മെഗാ മാളകൾ എന്നതിലെ അശ്ലീലം ഭരണകൂടത്തെയും പാർട്ടിയെയും അലട്ടിയിട്ടില്ല. കിട്ടിയത് മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ മേളകളായി ഒരു വശത്തേക്ക് അയ്യപ്പ സംഗമം നടത്തിയും മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞു ഹിന്ദുത്വയെ മൃദുവൽക്കരിക്കാനുള്ള നീക്കവും വിജയിച്ചില്ല. ഇപ്പോൾ വർഗീയ പ്രീണനത്തിലും മാറ്റം സംഭവിച്ചു. പിണറായി വിജയൻ എന്ന നേതൃബിംബമാണ് ജനുവരിയിലെ ആ ശനിയാഴ്ച കേരളത്തിന് മുന്നിൽ ഉടഞ്ഞു പോയതെന്ന് അംഗീകരിക്കാനുള്ള ആർജവം CPM-നുണ്ടായില്ല. തദ്ദേശത്തിൽ തോറ്റെങ്കിലും ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കിട്ടിയത്. CPM-ന് CPI-യും കേരള കോൺഗ്രസിനും പിണറായിയോടുള്ള വിരോധം ഇനി ഇരമ്പി ആർക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് പൊട്ടിത്തെറിക്ക് കാരണമാകും. അതോടെ പിണറായി കേരള രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസിതമാവും.